ഹായ്, ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അഗ്ലോണിമയല്ല, ഞാൻ കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ചെറിയ സീഡ്ലിങ്സ് വളർത്തി കൊണ്ടുവന്ന്, അതായത് നല്ല ചൂടുള്ള സമയത്ത് എളുപ്പം റൂട്ടൊക്കെ വന്ന് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. ഇത് ഡെൻഡ്രോബിയം. നമ്മൾ ഈ പൂവൊക്കെ കഴിഞ്ഞ് കളയേണ്ട ഒരു പാകത്തിലിരുന്ന ഓർക്കിഡിൻ്റെ സ്റ്റെമ്മൊക്കെയാണിത്. ഞാനിതിങ്ങനെ പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ട്രേയിൽ കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് കുറച്ച് താഴെ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മീതെ ഇങ്ങനെ വെക്കും ഈ പോട്ടുകൾ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ നിന്ന് എപ്പോഴും നല്ല മോയിസ്റ്റ് കിട്ടും ഈ പ്ലാന്റിനൊക്കെ. അപ്പോൾ നല്ലതായിട്ട് ഗ്രോത്ത്, റൂട്ടൊക്കെ പുതിയത് വരും. പിന്നെ പുതിയ ഷൂട്ടൊക്കെ ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ വെച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ പുതിയ ഇത് വന്നു, റൂട്ടൊക്കെ വന്ന് അങ്ങനെ ഇതെല്ലാം അങ്ങനെ വന്നേക്കണതാണിത്. ഇങ്ങനെ വെള്ളത്തിൽ വെച്ചതിന് ശേഷം പുതിയതായിട്ട് ഇങ്ങനെ വന്നതാണ്. ഇങ്ങനെ എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ പിന്നെ ഞാൻ ചെയ്യണത്, ഇതിന് ഒന്ന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണത്, ഞാൻ പിന്നെ ഈ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കും. ഇതിൽ സ്റ്റെമ്മിൽ താഴേന്ന് ചെറിയ ഷൂട്ട് വരുമ്പോഴേ ഞാനിങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് 2 ml 1 ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യണത്. അപ്പോൾ ഇത് നല്ലതായിട്ട് പെട്ടെന്ന് കയറി വളർന്നു വരും. ഇതിന് തന്നെ, ഓർക്കിഡിന് തന്നെയല്ല, അഗ്ലോണിമയ്ക്കും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട്, നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തിയത്. പിന്നെ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഫെലനോപ്സിസ് പ്ലാന്റ്സ്, തീരെ ചെറിയ പ്ലാന്റ്, സീഡ്ലിംഗ് പ്ലാന്റ്, അതായത് 130-ക്കൊക്കെ ആ സമയത്ത് കിട്ടുമായിരുന്നു, ഒരു 2 വർഷം മുമ്പ്. അപ്പോൾ അത് മേടിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ വളർത്തിയെടുക്കുമെന്നൊരു ചിന്ത വന്നത്. അപ്പോൾ ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ ട്രേയിൽ കുറച്ച് കരിക്കട്ട ഇട്ടിട്ട് അതിനകത്ത്, അത് ചെറിയ ഈ സൈസ് പോട്ടല്ല, ചെറിയ പോട്ടിലാണ് വെച്ചത്. ഈ സൈസ് പോട്ടിലാണ് ഞാൻ വെച്ചിട്ട് ഇത് കുറച്ച് വെള്ളം, എപ്പോഴും ഈ വെള്ളത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് രാവിലെ വൈകിട്ടൊന്ന് സ്പ്രേ ചെയ്യും. അങ്ങനെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ആ ഫെലനോപ്സിസ് ഒരൊറ്റ പ്ലാന്റ് പോവാണ്ട് എനിക്ക് ആ ഫെലനോപ്സിസ് മേടിച്ച് ഫുള്ളും എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റി ഈ രീതി ചെയ്തപ്പോൾ. അത് നല്ല വേനൽക്കാലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് വളർന്ന് കിട്ടുന്നുണ്ട്. ചെറിയ പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. നല്ല തൃപ്തിയായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത ഫെലനോപ്സിസ് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഈ ഫെലനോപ്സിസ് പ്ലാന്റ്സ് എല്ലാം ഞാൻ അങ്ങനെ വളർത്തി കൊണ്ടുവന്നത്. തീരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. 130 റേറ്റ് വരുമ്പോൾ എന്തായാലും അറിയാമല്ലോ, ഇത് വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും എത്ര സൈസ് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരൊറ്റ പ്ലാന്റ് പോവാണ്ട് എനിക്ക് എല്ലാ പ്ലാന്റും അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റി. ഒരു വിധം വളർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സൈസ് പോട്ടിലേക്ക് വെച്ചത്. അതിന് ശേഷം പിന്നെ നല്ലതായിട്ട് ഗ്രോത്ത് കിട്ടി. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് വേഗം വളരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് വളർത്തി. എല്ലാം ചെറിയ പ്ലാന്റാണ് ഞാൻ മേടിച്ചത്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ സൈസാണ്, ഈ സൈസാണ് എനിക്ക് കിട്ടിയത് ശരിക്കും. ഇതൊരു പ്ലാന്റ് കേടായി പോയിട്ട് അതിൻ്റെ റൂട്ടിൽ നിന്ന് പിന്നെ പുതിയ പ്ലാന്റ് വന്നേക്കണതാണിത്. ആ റൂട്ട് കേടാവണമെന്ന് കാണുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് സാഫ് പറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തു വരുമ്പോൾ പുതിയ ഷൂട്ട് വരാറുണ്ട്. അങ്ങനെ ഫെലനോപ്സിസ് പ്ലാന്റ് നമുക്ക് അങ്ങനെ അത് നന്നാക്കി എടുക്കാൻ പറ്റും. എത്ര കേടായാലും പുതിയതാക്കി പിന്നെ എടുക്കാൻ പറ്റും നമുക്ക്. ഇതെല്ലാം അങ്ങനെ ആക്കിയെടുത്ത പ്ലാന്റുകളാണ്. ഇതിലൊക്കെ ഫ്ലവർ ആവണ സമയമാവുന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒന്ന് വളർന്നു വരുമ്പോഴാണ് ഇതിൽ ഫ്ലവർ ആവുക. ഇതിൻ്റെ അകത്തൊക്കെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴൊക്കെ പോയി. അതുകൊണ്ട് ഏതാണെന്നറിയില്ല. എല്ലാം ഫ്ലവർ ആവുമ്പോൾ അറിയാൻ പറ്റും.
ഓർക്കിഡ് ഞാൻ പോട്ട് ചെയ്യാൻ എടുത്തേക്കുന്ന മീഡിയ ഇത് കരിക്കട്ടയാണ്. ഏറ്റവും അടിയിലിട്ടേക്കുന്നത് കരിക്കട്ടയാണ്. പിന്നെ ഈ സ്റ്റെമ്മിൻ്റെ ചുറ്റും ഞാൻ സ്പാഗ്നം മോസ് വെച്ചൊന്ന് കവർ ചെയ്യും ചുറ്റും. അതായത് മോയിസ്റ്റ് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും സ്പാഗ്നം മോസ് കവർ ചെയ്യും. എന്നിട്ട് സൈഡിലും മുകളിലും എല്ലാം കരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മടലിൻ്റെ പീസൊന്നും ഞാൻ എടുക്കാറില്ല, കാരണം അത് എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ പീസൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ അട്ട കയറിയിരിക്കും, അഴുക്ക് ഒച്ച് അങ്ങനെയൊക്കെ തന്നെ. ഇത് കരിക്കട്ടൊക്കെ തന്നെ യൂസ് ചെയ്യുമ്പോൾ വേറെ ഒച്ചിൻ്റെ ഒന്നും ശല്യം അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ യൂസ് ചെയ്യണത്. ഇത് ഒരു ചെറിയ സൈസ് പ്ലാന്റാണ്. ഡോറിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്, ഫെലനോപ്സിസിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. തീരെ ചെറിയ പ്ലാന്റാണ് കിട്ടിയത്. അത് അതിനകത്ത് ഹാങ് ചെയ്തിട്ടിട്ട് അങ്ങോട്ട് വളരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വളർന്ന് വന്നിട്ടുണ്ട്, റൂട്ടൊക്കെ പുതിയതേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ മോയിസ്റ്റ് കിട്ടണോണ്ട് ഈ ഓർക്കിഡിന് അതാണല്ലോ വേണ്ടത്. മോയിസ്റ്റ് കിട്ടിയാലാണ് ഇതിൻ്റെ ഗ്രോത്ത് ഒക്കെ നന്നാവുള്ളൂ. റൂട്ടൊക്കെ നല്ലതായിട്ട് വരുമ്പോഴാണ് ഇത് നല്ലതായിട്ട് ഗ്രോത്ത് കിട്ടുക. അപ്പോൾ മോയിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. ഇങ്ങനെ വെള്ളം എപ്പോഴും ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. മഴക്കാലത്ത് ഈ ട്രേയിൽ വെള്ളം നിറഞ്ഞു പോകുന്നുണ്ടോ, അതായത് പ്ലാന്റിൻ്റെ ചൂട്ടിൽ വരെയൊക്കെ വെള്ളം വരുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് ഒക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഡെൻഡ്രോബിയം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെറിയ പ്ലാന്റൊക്കെ കിട്ടിയാൽ, അതായത് ഒരു സ്റ്റെം കിട്ടിയാൽ പോലും നമുക്ക് ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടായാലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ സ്റ്റെം കട്ടിങ്സൊക്കെ ചില പോട്ടിൻ്റെ ഉള്ളിൽ വെറുതെ ഇട്ടിട്ടായാലും മുളച്ച് വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ഞാൻ വെറുതെ സ്റ്റെം കൊണ്ടുവന്ന് കുറേ സ്റ്റെം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പോൾ വെറുതെ കൊണ്ടുവന്ന് ഇതിൽ വെച്ചതാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് പോട്ട് ചെയ്യണം. അതേപോലെ ഇവിടെ മുകളിലും വെച്ചിട്ടുണ്ട്. അതും എല്ലാം പുതിയ തൈകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതിനും മോയിസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് ഏത് തരത്തിലും സ്റ്റെം കട്ടിങ്ങും എല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഞാനൊരു വുഡ് പീസിൽ ഫെലനോപ്സിസ് പോട്ട് ചെയ്തേക്കണതാണിത്. സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. ഈ വുഡ് പീസ് വെറുതെ ഇറക്കി വെച്ചതാണ് ചട്ടിയിൽ. പക്ഷെ അതിപ്പോൾ മൊത്തം റൂട്ടൊക്കെ വന്ന് കവർ ചെയ്ത്. ഞാൻ മനസ്സിലാക്കിയത് വുഡ് പീസിൽ വെക്കുമ്പോൾ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വെക്കുമ്പോഴാണ് നല്ലതായിട്ട് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഈ വുഡ് പീസ് വെള്ളം വീണ് ദ്രവിച്ച് പ്ലാന്റ് എനിക്ക് കുറേ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഇത് നല്ല ഹാർഡ് സ്റ്റെമ്മാണ്. അതുകൊണ്ടാണ് ഇത് വുഡും പോയിട്ടില്ല, പ്ലാന്റും നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡിൻ്റെ എൻ്റെ ഈ ചെറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഓർക്കിഡ് പ്രേമികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. താങ്ക് യു.